യു.ഡി.എഫിന്റെ കരുത്ത് വിളിച്ചോതി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ. കേരളത്തിൽ ഇത്തവണയും ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വാജ്പേയി സർക്കാരുണ്ടായ അതേ ഗതി രണ്ടാം മോദി സർക്കാരിനുണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞത്തെ പ്രതിസന്ധി പരിഹരിക്കാനുണ്ടാക്കിയ പാക്കേജുകൾ പിണറായി സർക്കാർ അട്ടിമറിച്ചുവെന്ന് മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ പറഞ്ഞു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള പ്രധാന സ്ഥാനാർത്ഥികളെത്തിയെങ്കിലും വലിയ ആവേശത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് യു.ഡി.എഫ് ക്യാമ്പ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ യു.ഡി.എഫ് കൺവെൻഷൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ചെന്നിത്തല നടത്തിയത്. പ്രധാനമന്ത്രി വന്നതുകൊണ്ട് സംസ്ഥാനത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥികൾ രക്ഷപ്പെടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മോഡി എത്ര തവണ കേരളത്തിൽ വരുന്നു അത്ര ഈ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്റെ ആഗ്രഹം മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്ന് തന്നെയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് കോൺഗ്രസ് ആണ്. അക്കാര്യത്തിൽ പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞത്ത് യു.ഡി.എഫ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പാക്കേജുകൾ ഇല്ലാതെയാക്കിയത് പിണറായി സർക്കാരാണെന്ന് ശശി തരൂർ പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 438 കോടിയുടെ ഒരു പാക്കേജിനെ ഒരു കോമ്പൻസേഷൻ പാക്കേജായിട്ട് അനുവദിച്ചു. പക്ഷെ ആ വർഷം തന്നെ നമ്മൾ ഇലക്ഷൻ തോറ്റ ശേഷം പുതിയ സർക്കാർ പഴയ സർക്കാരിന്റെ വാക്ക് പാലിച്ചില്ല. ഇവിടെയാണ് കുഴപ്പം ആരംഭിക്കുന്നത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും അവർക്ക് സഹായം കൊടുക്കാനും ആരുമില്ലാത്ത കാര്യം വലിയ ദുഃഖകാര്യമാണ്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവറലി ശിഹാബ് തങ്ങൾ, ആർ.എസ്.പി നേതാവ് ഷിബു ബേബി ജോൺ, മുൻമന്ത്രി അനൂപ് ജേക്കബ് തുടങ്ങി പ്രധാന ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ കൺവെൻഷന്റെ ഭാഗമായി. നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി 100 കണക്കിന് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.